നീ വന്നതെന്തിനോ നീ പോയതെന്തി. ആദ്യം എണീറ്റത് അനീഷാണ്. അനീഷ് എണീറ്റിട്ട് ചൂസ് ചെയ്തത് നമ്മുടെ ശാരികയാണ്. ശാരികയുടെ മുഖത്ത് അത്യാവശ്യം നല്ല പോലെ കൊണ്ടുവന്ന് തേച്ചു. നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ. ബിഗ് ബോസ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ബിഗ് ബോസിൽ കയറുന്ന പല ആൾക്കാരും പല സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, എന്നാൽ ഒരു പ്രാവശ്യം ചീറ്റിപ്പോയ ഒരു സ്ട്രാറ്റജി വീണ്ടും ഉപയോഗിച്ച് അത് മികച്ച വിജയം. ഓക്കെ, വേറൊന്നല്ല, മികച്ച വിജയം കൈവരിച്ചൊരു വ്യക്തിയാണ് അനീഷ്. ഓക്കെ, വേറൊന്നുമല്ല, മികച്ച വിജയം. എല്ലാവരും എന്നെ പുറത്താകണമെന്നാണല്ലോ പറയുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഓക്കെ, എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ രതീഷിൻ്റെ സെയിം കോപ്പി തന്നെയാണ് അനീഷ് ഇവിടെ ഉപയോഗിച്ചത്. ഓക്കെ, പേരിൽ മാത്രമല്ല സാമ്യം, പ്രവർത്തികളിലും പിന്നെ ഗെയിം പ്ലാനിലും ഏകദേശം സെയിമാണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ രതീഷിന് എത്ര ആൾക്കാർ ഇഷ്ടപ്പെട്ടുള്ള കാര്യം എനിക്ക് ഓർമ്മ കാണും. കാരണം രതീഷ് ഫസ്റ്റ് എവിക്ഷനിൽ തന്നെ ഔട്ടായെങ്കിൽ പോലും ഒരുപാട് പേര് തിരിച്ച് രതീഷിനെ വീണ്ടും ഗെയിമിലോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. ഓക്കെ, സോ ആ ഒരു സീസണിൽ രതീഷിൻ്റെ അതേ പ്ലാൻ കുറച്ചും കൂടി മികച്ച രീതിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് അനീഷോട് ചെയ്തത്. ഓക്കെ, അനീഷിനെ കമൻറ്റ് ബോക്സിന് എടുത്ത് നോക്കാൻ കാണാൻ സാധിക്കും. 11 ഈ ആഴ്ച തന്നെ തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. അതായത് രതീഷ് എങ്ങനെയായിരുന്നു അതേപോലെ ആയിരുന്നു, അതേ വെറുപ്പിക്കൽ അനീഷ് ചെയ്യുന്നുണ്ടെന്ന് പല ആൾക്കാരും പറഞ്ഞു. ഓക്കെ, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബിഗ് ബോസ് സീസൺ 7 ഞാൻ ആദ്യമായിട്ട് കേട്ട പേര് എന്ന് പറഞ്ഞാൽ അനീഷാണ്. ഓക്കെ, വേറെ ആരും പേര് ഇത്രത്തോളം കേട്ടിട്ടില്ല. കാരണം വന്നു തുടങ്ങിയ സമയത്ത് തന്നെ അനീഷിനെ കുറിച്ച് ട്രോൾ വന്നു. ട്രോൾ അറൗണ്ട് 3 ലാഖിനടുത്ത് വ്യൂസ് കൊണ്ടുപോയി. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട കാര്യം അനീഷ് പ്രോപ്പർ ഗെയിം പ്ലേ കളിക്കണം. ഓക്കെ, നിങ്ങൾ പറ അനീഷ് അടുത്ത ആഴ്ച ഔട്ട്. അവിടെ വേറെ കമൻ്റ് ഉണ്ട്, ഇവൻ വന്ന് കയറിയപ്പോൾ തന്നെ ഇഷ്ടമില്ലാത്തവരുണ്ടോ എന്നെ പോലെ. അതായത് ഇവൻ്റെ സംസാരം ഫുൾ ആർട്ടിഫിഷ്യൽ ആണല്ലോ. അതായത് ഇത് അവരുടെ ഗെയിം പ്ലാൻ ആണ്. പക്ഷേ ഗെയിം പ്ലാൻ ആണെങ്കിലും രതീഷിൻ്റെ ഗെയിം പ്ലാൻ അങ്ങനെ കുഴപ്പടിച്ചില്ല. പക്ഷേ രതീഷ് കുറച്ച് ഓവറായിരുന്നു. ഇവൻ ഓവർ ആണെങ്കിലും ഇവൻ ആ ഫസ്റ്റ് അതായത് ആ നോട്ടീസ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം വന്ന് കയറിയപ്പോൾ തന്നെ ട്രോൾ വന്നു. ആ ട്രോളിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് എതിർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം ബിഗ് ബോസിന് പറഞ്ഞാൽ ആദ്യം സപ്പോർട്ട് ഉണ്ടെങ്കിലും പിന്നെ എതിർക്കും, ആദ്യം എതിർത്തവരെ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവർ ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്തത് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ രതീഷിനെ പോലെ ഒരുത്തൻ സത്യമായിട്ടും കഴിഞ്ഞ സീസണിൽ രതീഷ് അതേ സാധനം ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് മാറ്റിൻ്റെ അതിൻ്റെ രീതി മാറ്റിയാണ് ചെയ്തിരുന്നത്. നോക്കുക അനീഷ്. സോ ഈസ് എ ബ്രില്യൻറ്റ്. നിങ്ങൾ വിശ്വസിക്കാൻ അറിയത്തില്ല, ടോപ്പ് 5 അനീഷ് ഉണ്ടാവും. ടോപ്പ് 5 അനീഷ് ഉണ്ടാവും. കാരണം രതീഷിൻ്റെ ചീറ്റിപ്പോയ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഒരു പ്ലാൻ സ്ട്രാറ്റജിയിൽ. അതിനെ പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കി പ്രോപ്പർ ഗെയിം പ്ലേയിലൂടെ അനീഷ് പ്രാവശ്യം ബിഗ് ബോസിലോട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, ആദ്യം പുറത്താകുന്ന ഇയാൾ തന്നെയായിരിക്കും. ഒരുപാട് കമൻസ്, രതീഷ് നന്ദന ഇപ്പോൾ അനീഷ് തൃശ്ശൂർക്കാരുടെ മാനം പോയി, തൃശ്ശൂർ ജില്ലക്ക് കണ്ടകശനിയാണ്, അല്ലെങ്കിൽ ഇത്തരം ഐറ്റംസ് മാത്രം തിരഞ്ഞു കിട്ടുമോ. ഇത് ഞാൻ പറയട്ടെ, ആ ഒരു കണ്ടകശനി മിക്കവാറും ഇതോട് കൂടി മാറും. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും, വീണ്ടും ഞാൻ പറയുകയാണ്, അനീഷ് ഈസ് എ ബ്രില്യൻ പ്ലെയർ. ബിഗ് ബോസ് കണ്ടവർക്കറിയാം ആദ്യ സമയത്ത് ഡോക്ടർ റോബിന് കിട്ടിയ അല്ലെങ്കിൽ അഖിൽമാരാർ ആദ്യ സമയത്ത് അഖിൽമാരാറിന് കിട്ടിയ നെഗറ്റീവ് എത്രത്തോളം നിങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അഖിൽമാരാറിന് പിന്നെ കിട്ടിയ പോസിറ്റീവ് ബിഗ് ബോസിൻ്റെ വിന്നറായില്ലേ. സോ അതാണ് അനീഷ് ഇവിടെ അതേ സ്ട്രാറ്റജി ഉപയോഗിക്കണം. അതായത് ഫസ്റ്റ് വരുന്ന ഇപ്പോൾ ബിഗ് ബോസിൽ എനിക്ക് ആർക്കറിയാം, എനിക്കറിഞ്ഞ 2 പേരാണ്, ഒന്ന് അനിമോളും ഒന്ന് ഇപ്പോൾ അനീഷുമാണ്. ഓക്കെ, ഇപ്പോൾ ഈ 2 പേരും അറിയാൻ കാരണം അനിമോള് അത്യാവശ്യം പോപ്പുലറാണ്. സോ അനീഷ് അനിമോളെ ചൊറിഞ്ഞു, ട്രോളായപ്പോൾ ഏറ്റവും കൂടുതൽ ആരാ അറിയപ്പെട്ടത് അനീഷിനെയാണ്. അനിമോൾ ഓൾറെഡി അറിയപ്പെടുന്ന ആളാണ്. അനീഷ് അറിയപ്പെടാൻ കാരണം എന്താ, അനിമോളെ ചൊറിഞ്ഞു. സോ കമൻറ്റ് ബോക്സിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, അതായത് അനിമോൾ സൂപ്പർ, തൃശ്ശൂർ ഗേഡി അനീഷ്, നന്ദന ഡ്രസ്സൊന്നും എടുത്ത് കാണില്ല, അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോവേണ്ടതല്ലേ. ഒരിക്കലല്ല, എനിക്ക് തോന്നുന്നു അനീഷും കൂടി ഔട്ടായ ബിഗ് ബോസിൽ ഇത്രത്തോളം കണ്ടന്റിന് കൊടുക്കാൻ പറ്റുന്ന വേറെ ആരും ഉണ്ടാകത്തില്ല. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം രതീഷിന് ഔട്ടായ സമയത്ത് പല ആൾക്കാരും മനസ്സിലായി കാണും രതീഷ് പുറത്തുപോയി. എന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ അയ്യോ പുറത്ത് പോകണ്ടില്ലായിരുന്നു, ആ ഗെയിം പ്ലാൻ അടിപൊളിയായിരുന്നു, ഇപ്പോൾ ബിഗ് ബോസ് ഉറങ്ങിയ തൂങ്ങിയ മതി. കാരണം ഇപ്പോൾ നടന്നൊരു ടാസ്ക് ഞാൻ കാണിച്ചത്. ഓക്കെ, ആദ്യം എണീറ്റത് അനീഷാണ്. അനീഷ് എണീറ്റിട്ട് ചൂസ് ചെയ്തത് നമ്മുടെ ശാരികയാണ്. ശാരികയുടെ മുഖത്ത് അത്യാവശ്യം നല്ല പോലെ കൊണ്ടുവന്ന് തേച്ചു. എന്നിട്ട് റീസൺ പറഞ്ഞത് ഇവിടെ വെച്ച് ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് ശാരിക പറഞ്ഞു അത്രേ, ഈ ശാരികയുടെ ആങ്കറിങ് പരിപാടി ഉണ്ടല്ലോ, ഇന്റർവ്യൂസ്, ഇത് 2 പേരും കൂടെ, ആ ഗസ്റ്റും ശാരികയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇത് സ്വയം ഈ അനീഷിനോട് ശാരിക തുറന്ന് സമ്മതിച്ചു. അങ്ങനെ മലയാളി പ്രേക്ഷകര് പൊട്ടന്മാരല്ല അല്ലെങ്കിൽ മണ്ടന്മാരല്ല എന്ന് ശാരിക മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫോം എടുത്ത് നമ്മുടെ അനീഷ് ശാരികയുടെ മുഖത്ത് തേച്ചത്. ടാസ്കിനകത്തും അനീഷ് പരമാവധി കണ്ടന്റ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ബിഗ് ബോസിലെ കണ്ടന്റ് പറഞ്ഞാൽ എന്താ, ഗെയിം പ്ലേ ആണോ? അല്ല. ഗെയിമാണോ? അല്ല. ബിഗ് ബോസിലെ കണ്ടന്റ് പറഞ്ഞാൽ കോൺട്രവേഴ്സി ആണ്. ഓക്കെ, സോ അത് മാക്സിമം അനീഷ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ടോപ്പ് 5 എത്താൻ ഏറ്റവും കൂടുതൽ ചാൻസുള്ള ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. ഓക്കെ, സോ ലൈക്ക് അടിക്കുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.